ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം RCM എന്ന് പറയുന്ന ഈ ഒരു മഹത് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഏറെ ബഹുമാന്യനായ TCGയെയും കുടുംബത്തെയും ഈ ഒരു പ്രഭാതത്തില് ഏറെ സ്നേഹത്തോടുകൂടി സ്മരിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ RCMന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും RCMനെ കേരളത്തിലേക്ക് എത്തിച്ച നമ്മുടെ ഗോപകുമാർ സാറ് അത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് എല്ലാവരെയും നയിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മൂർത്തി സാറ്, അഖില മാഡം, അതോടൊപ്പം തന്നെ സ്റ്റാർ റൂബി സുജിത് സാറ്, റൂബി വിനു സാറും ഫാമിലിയും, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കോട്ടയത്തിന്റെ സ്വന്തം ബാബു സാറും ജെമിനി മാഡവും, ഒപ്പം തന്നെ കോട്ടയത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ജോസ് സാറ്, ഷാജി അഗസ്റ്റിൻ സാറ്, പിന്നെ ഈ ഒരു ഉണർവെന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന നമുക്കെല്ലാ പ്രിയപ്പെട്ട റജിമോൻ സാറ്, എന്നെ ഈ ഒരു RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ എനിക്ക് പ്രിയപ്പെട്ട ശ്രീല ടീച്ചറും പ്രദീപ് സാറും, അങ്ങനെ എല്ലാവരെയും ഈ ഒരു ദിവസം ഓർത്തുകൊള്ളുന്നു, ഈ ഒരു സെഷന് മുമ്പായിട്ട് ഓർത്തുകൊള്ളുന്നു. അതോടൊപ്പം എന്നെ കേൾക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജിമൻ സാർ ഇവിടെ സൂചിപ്പിക്കേണ്ട എന്റെ പേര് ശ്രീദേവി പത്മജം. ആലപ്പുഴയാണ് സ്വദേശമെങ്കിലും ഇപ്പം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏകദേശം 20 വർഷത്തോളമായിട്ട് തിരുവനന്തപുരമാണ് തട്ടകം. 10-20 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് കടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 7 വർഷമായിട്ട് ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ആ ഒരു സെഷൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം RCM എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പം എന്താണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ പലർക്കും വ്യക്തമായിട്ട് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതിനകത്ത് നമുക്ക് വളരാനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ ഉള്ളൊരു മേഖല കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് ഇത്രയേറെ പോപ്പുലേഷനും തൊഴിലില്ലായ്മയും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഡയറക്റ്റ് സെല്ലിംഗ് നൽകുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം പലരും ട്രഡീഷണൽ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പാളീസായി പോയിട്ടുള്ള ചരിത്രവും നമുക്ക് അറിയാം. പല ബിസിനസ്സുകളും പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു കാലത്ത് പല ബിസിനസ്സുകളും പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാം, പലയിടത്തും ടുലറ്റ് ബോർഡുകൾ ധാരാളമാണ്, ഒത്തിരി കടകള് കൂട്ടി പോകുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിനൊരു വിഷമം. കാരണം നമ്മൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എത്രത്തോളം എഫേർട്ട് എടുത്താണ് ഒരാൾ ബിസിനസ്സിലേക്ക് കടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്താണ് കടക്കുന്നത് നമുക്കറിയാം. അപ്പം ആ ഒരു സംരംഭം കൂട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം വേദനാജനകമാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് ഡയറക്റ്റ് സെല്ലിംഗ് പോലെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ എടുത്ത് പറയേണ്ടുന്നത്. അപ്പം അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്ന റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്. പേര് പോലെ തന്നെ ആ ഒരു വളരെ ശരിയായതും കൃത്യമായതും സിസ്റ്റമാറ്റിക് ആയതുമായ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് RCM എന്ന് നമുക്ക് വളരെ അഭിമാനപൂർവ്വം തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? നമ്മൾ പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകളിലാണെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മള് ഈ പേര് പോലെ തന്നെ പ്രോഡക്റ്റുകള് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗിൽ ചെയ്യുന്നത്. അതായത് ഇവിടെ കൂടുതലും ആ ഒരു പേഴ്സൺ ടു പേഴ്സൺ അപ്രോച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പിലൂടെയാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇപ്പം RCMനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഹെൽത്ത് റിലേറ്റഡ് പ്രോഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്, ഹോം കെയർ ഉണ്ട്, ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇടനിലക്കാരില്ലാതെ
കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ അസോസിയേറ്റ് ബയേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിംഗ് കൊണ്ട് RCMലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അവിടെ നമുക്കൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ ഇപ്പം സാധാരണ ഷോപ്പുകൾ പോലെ RCMൽ ഉണ്ടാവില്ല. നമുക്കുള്ളത് വണ്ടർ വേൾഡ് ഉണ്ട്, വണ്ടർ വേൾഡ് ക്വിക്ക് ഉണ്ട്, അതുപോലെ പിക്കപ്പ് സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഈ കൂടാതെ നമ്മളുടെ ഡിസ്പ്ലേ വാളുകളുണ്ട്, KSOs ഉണ്ട്. അപ്പം ഈ ഒരു 5 സിസ്റ്റത്തിൽ കൂടിയാണ് ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത്. അതും ഈ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ ഞാനിവിടെ തിരുവനന്തപുരത്ത് ഓർഗാനോഗ്രാം വണ്ടർ വേൾഡ് ക്വിക്ക് എന്ന് പറയുന്ന ഒരു നടത്തുകയാണ്. അപ്പം അതിലേക്ക് നമുക്ക് കിട്ടുന്നത് കമ്പനി നമുക്ക് ഡയറക്റ്റ് തരുന്നതാണ്. ഡിപ്പോയിലേക്ക് സാധനം എത്തുന്നു, നമ്മൾ ഡിപ്പോയിൽ പോയി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളുടെ POS വഴി ഓർഡർ ചെയ്ത് ലെഡ്ജറിലേക്ക് ക്യാഷ് അടയ്ക്കുന്നു, സാധനം നമ്മൾ എടുക്കുന്നു, നമ്മളത് ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അത് നമ്മളുടെ അസോസിയേറ്റ് ബയേഴ്സ് ഉണ്ട്, അല്ലാതെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഡിസ്പ്ലേ വോളിലേക്ക് ഉള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഈ വണ്ടർ വേൾഡ് ക്വിക്ക് വഴിയും വണ്ടർ വേൾഡ് വഴിയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു പേഴ്സണൽ ഇന്ററാക്ഷൻ ആണ് നടത്തുന്നത്. നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഈ പ്രോഡക്റ്റ് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു സാധാരണ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എന്തൊക്കെയോ പ്രോഡക്റ്റുകൾ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടോ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ബോധർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ആ ഷോപ്പിൽ എന്താണോ കൊണ്ടുവച്ചിരിക്കുന്നത് അത് കസ്റ്റമർ വന്ന് ചോദിക്കുന്നു, അതെടുത്തു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അവർ ആ ബിസിനസ് ഒരിക്കലും, ഷോപ്പ് സ്വന്തമാണെങ്കിൽ പോലും അവർ ആ പ്രോഡക്റ്റുകൾ ഓൺ ചെയ്യുന്നില്ല. അതേസമയം നമുക്കറിയാം നമ്മളുടെ RCMന്റെ പ്രോഡക്റ്റുകളെ നമ്മൾ എത്രത്തോളം ഓൺ ചെയ്യുന്നു എന്നുള്ളത്. നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റുകളാണ്. RCM എന്ന് നമ്മുടെ സ്വന്തം കമ്പനിയാണ്. ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എന്റെയാണ്, ഇതിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ ഷോപ്പിൽ വരുന്ന ആളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയാൾക്ക് ഇതിലൊരു ആവശ്യകത മനസ്സിലാക്കി അതോടൊപ്പം തന്നെ പുള്ളിയുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ഇമോഷണൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമുക്കിടയിലും നമ്മളുടെ അടുത്ത് സാധനം വാങ്ങാൻ വരുന്ന ഇടയിലും ഉണ്ടാകുന്ന ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഉണ്ടാവണം എന്നില്ല. അതേസമയം RCM പോലെ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഡയറക്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റുകൾക്ക് ഈ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം ഇത് നമുക്ക് ചുമ്മാ ഒരിക്കലും എടുത്ത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ഡെമോ നമ്മളുടെ ഇപ്പം ഡിസ്പ്ലേ വാളുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഡിസ്പ്ലേ വാളുള്ള വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റുകൾ അവിടുത്തെ എവിടേക്കാണോ നമ്മൾ കയറിച്ചത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഈ പ്രോഡക്റ്റുകൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പം അവിടെ ഒരു ഡെമോ സെഷനുള്ള സാധ്യത കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായും ചോദിക്കും ഇതെന്താണെന്ന്. അപ്പം നമ്മളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് ഇതെന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അതും ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഒരു പ്രത്യേകതയാണ്. അത് കൂടാതെ നമുക്കറിയാം ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഓൺലൈൻ മീറ്റിംഗ്സുകൾ. അപ്പം അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നോളജുകള്, കമ്പനിയെ പറ്റി കിട്ടുന്ന വിവരങ്ങള്, അതെല്ലാം ഈ ഒരു ബിസിനസ്സിനെ ഓൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ വലിയ വലിയ പ്രോഗ്രാമുകള്, മീറ്റിങ്ങുകള്, വിജയിച്ച ആളുകളുടെ സ്റ്റോറീസ്, നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്സ് എല്ലാം നമ്മളെ ഈ ഒരു RCM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെക്കാളും RCMനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം ഈ ഡയറക്റ്റ് സെല്ലിംഗ് തന്നെ പല തരത്തിലുണ്ട്. ഒന്ന് ഒരു സിംഗിൾ ലെവൽ ഉണ്ട്. ഇപ്പം ഒരാൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഡോർ ടു ഡോർ ഡെലിവറി നടത്തുന്നതുണ്ട്. അപ്പൊ അതൊരു സിംഗിൾ ലെവലാണ്. നമ്മളുടേതെന്ന് പറയുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇപ്പം നമ്മളുടെ പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒരു ആക്റ്റീവ്
ഇൻകം ആണ്. അതായത് നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്ന മാർജിൻ കൊണ്ടുള്ള ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മളുടെ ഒരു എഫേർട്ട് കൊണ്ട് നമ്മൾ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് സെല് ചെയ്ത് കിട്ടുന്നുള്ള ഒരു ഇതാണ്. അതേസമയം തന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി ലെവൽ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതും നമുക്കൊരു ഇൻകം തരുന്ന ഒരു പാസീവ് ഇൻകത്തിനുള്ള ഒരു വലിയ സാധ്യത ഈ മൾട്ടി ലെവൽ ടീം ബിൽഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ വേറൊരു പലതരത്തിലുള്ള സോഷ്യൽ ഇവന്റ്സ് വഴിയും ഗ്യാതറിങ്സ് വഴിയും ഈ സെല്ലിങ്ങുകൾ നടക്കുന്നുണ്ട്. RCM എന്ന് പറഞ്ഞപ്പോൾ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു ഇതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഒന്ന് നമ്മുടെ RCMൽ തന്നെ നമുക്കറിയാൻ പറ്റും അസോസിയേറ്റ് ബയേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. RCMല് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതായത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാം, നമുക്ക് ടീം ബിൽഡ് ചെയ്യാം, അതിലൂടെയുള്ള ഇൻകം നമുക്ക് നേടാം. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മറ്റ് ട്രഡീഷണൽ ബിസിനസ്സിൽ അങ്ങനെ ഒരു യാതൊരു സാധ്യതകളുമില്ല. ഇതിൽ നമുക്ക് ധാരാളം ട്രെയിനിങ്ങുകൾ കിട്ടുന്നു, പ്രോഡക്റ്റ് നോളജുകൾ കിട്ടുന്നു. അത് ഒരു മൾട്ടി ബ്രാൻഡഡ് കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്ക് ഇങ്ങനത്തെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്ന് വാനിൽ കൊണ്ട് കുറെ സാധനങ്ങൾ ഇറക്കി വെക്കുന്നു, അത് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നു, അതിൽ നിന്നുള്ള ലാഭം നമ്മൾ എടുക്കുന്നു. അപ്പം അവിടെ യാതൊരു അറ്റാച്ച്മെന്റും പ്രോഡക്റ്റിനോടോ അല്ലെങ്കിൽ ഇത് തരുന്ന കമ്പനിയോടോ നമുക്കില്ല. RCMലെ കാര്യങ്ങളെല്ലാം ഒരു വ്യത്യസ്തമാണ്. പിന്നെ നമ്മളുടെ പേഴ്സണൽ കോണ്ടാക്ട് വഴിയും നമ്മളുടെ നെറ്റ്വർക്ക് വഴി നമ്മളുടെ ബന്ധങ്ങൾ വഴിയും ഒക്കെ ആ ഒരു സെല്ലിങ്ങിനുള്ളൊരു സ്കോപ്പ് കൂടി ഡയറക്റ്റ് സെല്ലിങ്ങിനുണ്ട്. അപ്പം RCMൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പ്രോഡക്റ്റ് യൂസ് ഉണ്ട്, അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ട്, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും താമസിക്കുന്നിടത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കസിൻസിന്റെ അടുത്തുണ്ട്. അപ്പം അവിടെ എല്ലാം എനിക്ക് ഈ പ്രോഡക്റ്റുകൾ എനിക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ നെറ്റ്വർക്ക് വഴി. അത് കൂടാതെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് ധാരാളം എക്സിബിഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല ഫുട്ഫോൾ ഉള്ള എക്സിബിഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോൾ ഇടാറുണ്ട്, അതിൽ നമ്മുടെ RCMന്റെ പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പേഴ്സണൽ നെറ്റ്വർക്ക് വഴിയും അല്ലെങ്കിൽ ഇവന്റ്സ് വഴിയും നമുക്ക് സെല്ലിങ്ങിനുള്ളൊരു സാധ്യത ഇതിലൂടെയുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സെയിൽസിൽ നിന്ന്, ഡയറക്റ്റ് സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്. അപ്പം എൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ഓർഗാനോഗ്രാമിൽ ആൾക്കാർ വന്ന് RCMന്റെ പ്രോഡക്റ്റുകൾ കണ്ട് മനസ്സിലാക്കി എടുക്കുന്നു. അപ്പം നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം എപ്പോഴും നമ്മൾ MRP റേറ്റിലായിരിക്കും പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു 20 to 25% വരെ മാർജിൻ അത് ഈ ഒരു സെയിലിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഓൺ പർച്ചേസിലൂടെ, സെൽഫ് ഐഡിയയിലുള്ള എൻ്റെ പർച്ചേസിലൂടെ PV ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു കൃത്യമായൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം മന്ത്ലി ബോണസ് ഉണ്ട്, ഇയർലി ബോണസ് ഉണ്ട്. ഇനിയിപ്പം ഇയർലി ബോണസ് ഒക്കെ കണക്കാക്കി കിട്ടുന്ന ഒരു സമയമാണ് ഇത്. അപ്പം അത്തരത്തിലുള്ള വരുമാനമുണ്ട്. അതുകൂടാതെ നമുക്കൊരു ടീം ഉണ്ടാവും, അപ്പം ആ ടീമിന്റെ പെർഫോമൻസ് ബേസിസിലും നമുക്കൊരു വരുമാനം കിട്ടും. അപ്പം ഇത്രയേറെ വരുമാന സാധ്യതകള് നമുക്ക് RCMനുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ടാണ്. നമുക്ക് ഒരു 5 പൈസ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് RCMൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഓരോ മാസവും എത്ര രൂപയാണ് നമ്മളുടെ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് വേണ്ടിയിട്ടും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെലവാക്കുന്നതെന്ന് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. എങ്ങനെ പോയാലും ഇപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയും സാധനങ്ങളുടെ വിലയും ഒക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 8,000 to 10,000 രൂപ വരെ ഒരു ആവറേജ് ഒരു ഫാമിലി ഇത്തരം സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് മാസം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതിന്റെ ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് RCMന്റെ വണ്ടർ വേൾഡിലോ അല്ലെങ്കിൽ വണ്ടർ വേൾഡ് ക്വിക്കിലോ പോയി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്
നമുക്ക് തന്നെ നോക്കി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം അതിന്റെ ആ ഒരു സമയവും സാവകാശവും ഒക്കെ നമുക്ക് RCMലൂടെ കിട്ടുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോയാണ്. അതിലൂടെ നമുക്കിപ്പം ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 10,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ചാൽ മതി. അപ്പം അത് കൊടുത്തുകൊണ്ട് കിട്ടുന്ന ആ ഒരു നമ്മളുടെ ആ ഒരു പുതിയൊരു സംരംഭം, ഒരു പുതിയ ബിസിനസ് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ തന്നെയാണ് അതിന്റെ മുതലാളി എന്ന് പറയുന്നത്. നമുക്ക് തീരുമാനിക്കാം നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, ബാങ്കിൽ പോകണം, അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ട്, ഇന്ന് എനിക്ക് വർക്ക് ചെയ്യേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ട. അതേസമയം ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ സ്റ്റാഫ് ഒരു ദിവസം ലീവ് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, അല്ലെങ്കിൽ 2 ദിവസം പറഞ്ഞാൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ മൂന്നാമത്തെ ദിവസവും അവരെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മുഖഭാവം മാറും, എൻ്റെ സ്വഭാവം മാറും, ഞാനൊരു ബൂർഷ്വ മുതലാളിയായി മാറും. അതേസമയം RCMൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര മണി മുതൽ എത്ര മണി വരെ വർക്ക് ചെയ്യണം എന്നുള്ളത്, ആരെയൊക്കെ കാണണം, ആരോടൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളതെല്ലാം നമ്മളുടെ തീരുമാനമാണ്. അതുപോലെ നമുക്ക് ഇപ്പം അറിയാം ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പം ഡിസ്പ്ലേ വാള് തുടങ്ങിയ ഒരാൾക്ക് ഞാന് ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് തുടങ്ങിയതാണ്, പിന്നീട് അത് ഡിസ്പ്ലേ വാളിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ KSO ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ ലെവലിലൂടെ എല്ലാം കടന്നു പോയതിന് ശേഷമാണ് വണ്ടർ വേൾഡ് ക്വിക്കിലേക്ക് ഞാൻ എത്തിയത്. അപ്പം ആ ഒരു സംരംഭ സാധ്യതകള് ഈ ഒരു RCMൽ വളരെ വലുതാണ്. ഇപ്പം നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇപ്പം പ്രോഡക്റ്റിന്റെ ആ ഒരു കുറവുകള്, ഇപ്പം നേരത്തെ മൂത്തുസാറും അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞറിയാം, വളരെ കുറച്ച് പ്രോഡക്റ്റുകളെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ആ സമയത്ത് അവർക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അതുപോലെ ചില സമയത്ത് സാധനങ്ങൾ കിട്ടാതെ വന്നുകൊണ്ടിരുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പം സുജിത് സാറൊക്കെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്, സാറൊക്കെ രാജസ്ഥാനിൽ പോയി സാധനം എടുത്തുകൊണ്ട് ഇവിടെ വന്ന് സെല് ചെയ്തിരുന്നു. അത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വരെ എത്തിയ ആളുകളാണ് അവരൊക്കെ. അപ്പം ഇപ്പം അതെല്ലാം മാറി ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളായി, പലതരത്തിലുള്ള പ്രോഡക്റ്റുകളായി. ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് RCMൽ കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി. പിന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിന്റെ പ്രശ്നം വരുന്നില്ല. പണ്ടൊരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. RCM എന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഇത് മറ്റ് കമ്പനികൾ പോലെ തട്ടിപ്പ് കമ്പനിയാണോ, അല്ലെങ്കിൽ എൻ്റെ പൈസ പോവോ ഇതിനകത്ത്, അങ്ങനെ പല തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസും ആളുകൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതും മാറിയിട്ടുണ്ട്. ഇനിയും ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും RCM അന്വേഷിച്ച് ഇതിലെനിക്കൊരു മെമ്പർഷിപ്പ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് ആളുകൾ ഇങ്ങോട്ട് വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം ചലഞ്ചുകളെല്ലാം നമ്മൾ മറികടക്കുകയാണ്. പിന്നെ ഇൻകത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ യഥാവിധി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇൻകം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആക്റ്റീവ് ഇൻകം ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പാസീവ് ഇൻകം ആയിട്ടാണെങ്കിലും. പിന്നെ നേരിട്ടുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു ചലഞ്ച്, ഒരു ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു സ്ക്രൂട്ടിനി ഉണ്ടായിരുന്നു, അതിന്റെ റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പം നമ്മൾ തരണം ചെയ്തിരിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനീസിൽ ഒരു വലിയൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി, സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. നമ്മളിൽ പലരും അതിൽ വളരെ അഭിമാനത്തോടു കൂടി പോയി പങ്കെടുത്തു. അപ്പം ഇത് ഒരു ലീഗലൈസ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം നമുക്ക് ഒരു എന്താ പറയുക, ആ ഒരു ലീഗൽ സപ്പോർട്ടോട് കൂടി തന്നെ RCMനെ നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ, ഒരു രണ്ടാമതൊരാളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും ചലഞ്ചസ് നമ്മൾ പിന്നിട്ടിട്ടാണ് ഈ ഒരു നിലയിലേക്ക് RCM വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. RCMുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇപ്പം നമ്മളിൽ പലരും RCMൽ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ആ ഒരവസ്ഥ നമ്മൾ തന്നെ ഒരു വിശകലനം ചെയ്ത് നോക്കാം, ഒരു സെൽഫ് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും RCMൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളതും ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഒരു സൂം മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു ടെക്നോളജി ഡീൽ ചെയ്തുള്ള പരിചയം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെല്ലാം ഭേദമന്യേ നമ്മളെല്ലാവരും ഇപ്പം സൂമിൽ കയറാനും സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനും വീഡിയോ ഓഫ് ചെയ്യേണ്ട സമയത്ത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യേണ്ട സമയത്ത് വീഡിയോ ഓൺ ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ളൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ഓർഡർ വേണ്ടവർക്ക്, ഹോം ഡെലിവറി വേണ്ടവർക്ക്, ഇപ്പം ഓർഗാനോഗ്രാമിലൊക്കെ ഹോം ഡെലിവറി ഉണ്ട്. അപ്പം ഹോം ഡെലിവറി വേണ്ടവർക്ക് വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഹോം ഡെലിവറിക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ആ ഒരു പേഴ്സണൽ ലെവലില് ഒരുപാട് ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് നോളജ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ RCMലെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു മിനിമം ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് നോളജ് ഇല്ലെങ്കിൽ പോലും ഒരു പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും ഉള്ളൊരു അറിവ് നമുക്ക് എല്ലാവരും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ പലരും ഇതൊരു പാഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. നേരത്തെ ഇപ്പം സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്, കുട്ടികള്, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങള്, ഇനിയിപ്പോ അഥവാ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടുത്തെ കാര്യം, ആ ഒരു വളരെ ചുരുങ്ങിയ ഒരു സർക്കിളിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ആ ഒരു ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊരു പാഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. RCM എന്ന് പറയുന്നത് അവർക്ക് സംബന്ധിച്ച്, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഇതൊരു ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ പാഷനാണ്. അതുപോലെ മറ്റുള്ളവരുടെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നവുമായിട്ട് വരുന്ന ഒരാളോട് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്ത് അവർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കുണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇവിടെ പോയി ഈ കമ്പനിയുടെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന മാറ്റങ്ങൾ വരും എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയുടെ ട്രസ്റ്റിനൊപ്പം തന്നെ, കമ്പനിയോടുള്ള ആ ഒരു വിശ്വാസത്തോടൊപ്പം തന്നെ നമ്മളോടുള്ള അവരുടെ വിശ്വാസം കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു സമൂഹത്തിൽ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്, ആ ഒരു വിശ്വാസം തന്നെ നമുക്ക് ഒരുപാട് കരുത്ത് നൽകുന്ന ഒരു കാര്യം. ഒരു സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഒരു മോശം പേര് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു നല്ല പേര് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. അതിന് ഏറ്റവും നല്ലൊരു വാതിലാണ് RCM നമുക്ക് തുറന്നു തരുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ടൂളുകൾ നമുക്ക് തരുന്നൊരു സാധ്യതകൾക്കും, നമ്മുടെ ന്യൂട്രിചാർജ് തന്നെ എടുക്കുകയാണെങ്കിൽ 15 ടോർ മിഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ടൂൾസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടായി. മറ്റേ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ടൂളുണ്ട്, പീരീഡ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയ ബുക്ക്ലെറ്റുകളുണ്ട്, അങ്ങനെ HbA കുറിച്ചുള്ള ബുക്ക്ലെറ്റുകൾ, അങ്ങനെ ധാരാളം ടൂൾസ് RCM നമുക്ക് തരുന്നുണ്ട്. കീസോളിന്റെ ബുക്ക്ലെറ്റുകളുണ്ട്. അപ്പൊ അതെല്ലാം, ആ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതെല്ലാം തന്നെ RCMന്റെ സക്സസ് സ്ട്രാറ്റജീസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഹോം ബേസ്ഡ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാവുന്ന കാര്യമാണ്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൾക്കാരിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും അത് ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനുമുള്ളൊരു അവസരം കൂടിയാണ് ഈ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് RCM, അല്ലെങ്കിൽ RCMലൂടെ എനിക്ക് എന്താണ് കിട്ടിയെന്നതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ
നമുക്ക് അവസാനിപ്പിക്കാം. 8 വർഷമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, ട്രഡീഷണൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ധാരാളം പ്രഷറും പെയിനും ഒക്കെ സഹിച്ചാണ് ഞാനിത് മുമ്പോട്ട് പോകുന്നത്, ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓർഗാനോഗ്രാമിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാനും സ്റ്റോക്ക് എടുക്കാനും ഒക്കെ ഞാൻ തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസവും എറണാകുളം വരെ രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ട്രാഫിക്കും ബ്ലോക്കും എല്ലാം കഴിഞ്ഞിട്ട് 2 മണിയായി ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പം ഓരോ പ്രോഡക്റ്റും നോക്കി അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കി ഓർഡർ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 5:30 ഭയങ്കര കാറ്റും മഴയും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആലപ്പുഴയിലെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രി 8:30-9 മണിയായി. അപ്പം അതും കഴിഞ്ഞിട്ട് പിന്നെ വേറെ 1-2 പർച്ചേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴത്തേക്കും രാത്രി 10:30. അപ്പം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അതുപോലെ ഷോപ്പിലെ കാര്യങ്ങളാണെങ്കിലും ബില്ലിംഗ് കാര്യങ്ങളും സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ഫിസിക്കലി വെരിഫൈ ചെയ്യണം, ഒക്കെ ചെയ്യണം. അതേസമയം RCMന്റെ ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇതിനകത്ത് യാതൊരു തലവേദനയും ഇല്ല. എന്നാലും നമുക്ക് ഷോപ്പിലേക്കുള്ള സ്റ്റോക്ക് മന്ത് എൻഡ് ആണ്, ധാരാളം പർച്ചേസും കാര്യങ്ങളും നടക്കുന്നതാണ്. അപ്പം രാവിലെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കിലുള്ള അക്കൗണ്ട് ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മുടെ POS എടുക്കുന്നു, ഓർഡർ ടു ഡിപ്പോ കൊടുക്കുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, ഷോപ്പിലെ സ്റ്റോക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നു, നമ്പർ കൊടുക്കുന്നു, അവരെ അതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഡിപ്പോയിലേക്ക് അയക്കുകയാണ്. ഇന്ന സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര മണിക്ക് വരും എന്നുള്ള പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലുമ്പം അവർ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ഓർഡർ ചെയ്യുക, സാധനങ്ങൾ വണ്ടിയിൽ എടുത്തു വെക്കുക, തിരിച്ച് പോരുക. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തീർന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം അത്രയ്ക്കും ഒരു എന്താ പറയുന്ന ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് RCMലുള്ളത്. പിന്നെ നമുക്ക് ഓർഗാനോഗ്രാം വണ്ടർ വേൾഡ് നടത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു കസ്റ്റമറിന്റെ ആ ഒരു കണക്ഷൻസും ട്രസ്റ്റും ഉണ്ട്. അത് നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സ് ആണെങ്കിലും അതെ, ഓർഗാനോഗ്രാമിൽ വരുന്ന ആൾക്കാരാണെങ്കിലും അതെ. അപ്പം അതിപ്പം ഡിസ്പ്ലേ വാൾ ആണെങ്കിലും KSO ആണെങ്കിലും ഒക്കെ അത് നടത്തുന്നവരുടെ ആ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവിയായിരുന്ന ഒരു ഡോക്ടർ സൈറു ഫിലിപ്പ് ഉണ്ട്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ മാഡം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു വളരെ പ്രശസ്തയായ ഒരു ഡോക്ടറാണ്, വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഡോക്ടറും കൂടിയാണ്. ബെസ്റ്റ് ഡോക്ടർക്കുള്ള കേരള ഗവൺമെന്റ് അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ശ്രീചിത്രയിലെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം മാഡത്തിനെ കണ്ടപ്പോഴത്തേക്കും, മാഡം ഇപ്പം കണ്ണൂർ ആണ് കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അപ്പം എന്നോട് മാഡം ചോദിച്ചു, കണ്ണൂർ ആരെയെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നമുക്കങ്ങനെ വലിയ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും കണ്ണൂരില്ല എന്ന് ഒരു നിമിഷം ഞാൻ പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം ഞാൻ ഓർത്തത് RCMലൂടെ നമുക്ക് ധാരാളം ആൾക്കാർ അവിടെ ഉണ്ട്. ഇപ്പം ഇവിടുത്തെ ടീം മെമ്പേഴ്സിന് സാധനം എത്തിക്കാനും ഒക്കെ കണ്ണൂര് കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കോൾസ് എനിക്ക് വരുന്നുണ്ട്. അവിടുത്തെ ലീഡേഴ്സുമായിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു പരിചയം, നല്ലൊരു ബന്ധം ഉണ്ട്. അപ്പം നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാഡത്തിന് കണ്ണൂർ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി, അതിന് വേണ്ട കാര്യങ്ങൾ, വേണ്ട സപ്പോർട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ആത്മവിശ്വാസം എനിക്ക് തന്നത് തീർച്ചയായിട്ടും RCMലൂടെയാണ്. ഇപ്പം ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലൂടെ വളരെ ചെറിയൊരു സർക്കിൾ എനിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും എവിടെ ചെന്നാലും എനിക്ക് RCMലൂടെ ഒരു ട്രസ്റ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്താവശ്യം എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും തീർച്ചയായിട്ടും ഒരു RCM അസോസിയേറ്റ് ബയർ ഉണ്ടാവും. അപ്പം ആ ഒരു വിശ്വാസം, ആ ഒരു സാധ്യത ഇവിടെ ഈ RCMൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ RCM നമുക്ക് നൽകുന്ന ആ ഒരു പ്രോഡക്റ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്. അതുപോലെ സാമ്പിൾസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട്. ഇപ്പം ഓൾറൗണ്ടറിന്റെ ചെറിയ പേസ്റ്റ് ഉണ്ട്, ഷാംപൂവിന്റെ ചെറിയ ഇതുണ്ട്, നമ്മുടെ ഇന്റിമേറ്റ് വാഷിന്റെ ചെറിയ സാമ്പിൾ പ്രോഡക്റ്റുകൾ ഉണ്ട്. അപ്പം അതെല്ലാം ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് ആൾക്കാരുടെ ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ RCMൽ അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്,
ഇത് 100% ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. നമ്മളുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു എക്കണോമിക് പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ നമ്മൾ എത്രയാണോ അതിനുവേണ്ടി ചെലവാക്കുന്നത് ആ 100% പൈസയും നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിർണ്ണയിക്കുന്നതില് ഇത്തരത്തിലുള്ള ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം RCM ആ നിലയ്ക്കും RCMലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ഉള്ളത്. പിന്നെ ഇതിനകത്തുള്ള ആ ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീകളുടെ ആ ഒരു ശാക്തീകരണം അത് വെറും വാക്കുകളിലോ പേപ്പറുകളിലോ ഒന്നുമല്ല. RCM സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 100% സ്ത്രീകളെ ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് RCMന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. പിന്നെ പ്രോഡക്റ്റുകളുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതും വളരെ വലുതാണ്. പിന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 100% ഒത്തന്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. പിന്നെ MRP റേറ്റിൽ നിന്നും അത്യാവശ്യം നല്ല ഒരു ഡീസന്റ് മാർജിനിൽ നമുക്കിത് സെല് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പൊ അതൊരു വർക്കിംഗ് അവേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രെയിനിങ് സപ്പോർട്ടുകൾ, അതായത് നമ്മുടെ ഒരു സെല്ലിങ് സ്കില്ല് കൂട്ടാനായിട്ടുള്ളത്. ഇപ്പം വീരാംഗന പ്രോഗ്രാം പോലെയുള്ളത് നമ്മളുടെ പ്രോഡക്റ്റ് നോളജിനോടൊപ്പം തന്നെ നമ്മളുടെ സെയിൽസ് സ്ട്രാറ്റജീസ് നമുക്ക് പ്ലാൻ ചെയ്യാനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനും അതിനാവശ്യമായ ടൂൾസ് നമുക്ക് കിട്ടാനും ഒക്കെ ആ ഒരു വീരാംഗന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇപ്പം കിസോളിന്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉഡാൻ പ്ലാറ്റ്ഫോം ഉണ്ട്, പിന്നെ ഗുഡ് ഡോട്ടിന്റെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അങ്ങനെ ധാരാളം സെഗ്മെന്റ് വൈസ് തന്നെ പലതരത്തിലുള്ള പ്രോഡക്റ്റ് നോളജുകളും ട്രെയിനിങ്ങുകളും കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പം തുളസി പെയിന്റിന്റെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് മറ്റൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസിനും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് RCM നമുക്ക് തരുന്നത്. പിന്നെ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഏണിങ്, നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അർഹതയുള്ള ഒരു വരുമാനം, അർഹതയില്ലാത്ത 5 പൈസ പോലും നമുക്ക് RCMൽ നിന്ന് കിട്ടത്തില്ല. അത് 100% ഉറപ്പാണ്. നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം നമുക്ക് RCMൽ നിന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അതുപോലെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, നമ്മളുടെ ഫാമിലിയുടെ കാര്യം നോക്കിക്കൊണ്ട്, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിറവേറ്റിക്കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഫാമിലി ബിസിനസ് ആണ്, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് അല്ല. ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. നമ്മൾ തന്നെയാണ് ഇതിന്റെ ബോസ് എന്ന് പറയുന്നത്. ഞാൻ RCMൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെയുള്ള അതിൽ പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനാണ് എൻ്റെ ബോസ്, വേറെ ആരും എന്നെ നിയന്ത്രിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു 100% ഹെൽത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് RCM എന്ന് പറയുന്നത്. അപ്പം മറ്റ് കമ്പനീസ്, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസിൽ എല്ലാം RCMനെ വേറിട്ട് നിർത്തുന്നതും ഇതാണ്. ഞാൻ RCM തിരഞ്ഞെടുക്കാനും ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും RCM തിരഞ്ഞെടുക്കാനും ഇതെല്ലാം കാരണമായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം ഒരു നിയോഗമായിട്ടാണ് കരുതുന്നത്. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഒക്കെ ഈശ്വരന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയ ആ ഒരു നിയോഗമായിട്ടാണ് ഞാൻ ഈ ഒരു RCMനെ കരുതുന്നത്. വളരെ അഭിമാനത്തോടു കൂടി വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനിയും ധാരാളം കടമ്പകള് കടക്കാനുണ്ടെന്നും അറിയാം. അതിന് പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും റജിമോൻ സാർ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള ഡ്രോബാക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ മെയ് മാസം മുതൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് പേഴ്സണലി ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മളുടെ ടീമിനും ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനാവശ്യമായൊരു കണ്ടിന്യൂസ് സപ്പോർട്ടും ഗൈഡൻസും നമുക്ക്
തീർച്ചയായിട്ടും RCM നമ്മുടെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ ഇതിനെ ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ സാധാരണ സെഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു പ്രോഡക്റ്റും കൂടെ എടുക്കാറുണ്ട്. ഇപ്പം സമയം 6:56 അപ്പം അതിനുള്ളൊരു സമയം നമുക്ക് ആക്ച്വലി ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇന്നലെ ഞാൻ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു. അത് സത്യം പറഞ്ഞാല് കുറച്ചു നാള് മുമ്പ് വന്നതാണെങ്കിലും ഷോപ്പിൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് തന്നെ അത് അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് വേറൊന്നുമല്ല, നമ്മളുടെ ഫ്രൂട്ട് ബാർ ആണ്, ജോയ് ബൈറ്റ്സിന്റെ ഫ്രൂട്ട് ബാർ ആണ്. അപ്പം ഇന്നലെ രാവിലെ ഒന്നും കഴിക്കാതാണ് രാവിലെ ഷോപ്പിലേക്ക് പോയത്, ഡിപ്പോയിലൊക്കെ പോകേണ്ടത് കൊണ്ട്. അപ്പം വല്ലാതെ വിശന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അതൊരു ഒരു ബോക്സ്, ഒരു കേസോളം കിട്ടി. അപ്പൊ അതുകൊണ്ട് എണ്ണം കൂടുതൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾക്ക് വന്നിട്ട് എനിക്ക് ഇപ്പോഴാണല്ലോ കഴിക്കാൻ സാധിച്ചെന്നുള്ളൊരു വിഷമമാണ് എനിക്ക് ഉണ്ടായത്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതിനകത്ത്. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പം അതിനകത്ത് നമ്മുടെ കപ്പലണ്ടി ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്, എള്ളുണ്ട്, റോൾഡ് ഓട്സ് ഉണ്ട്, ഹണി ഉണ്ട്, നെയ്യുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വളരെ പ്രയോജനപ്പെട്ട, വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫ്രൂട്ട് ബാർ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു നല്ല പ്രോഡക്റ്റ് ഇന്നലെയാണ് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയത് കഴിക്കാനായിട്ട്. അപ്പം സമയമില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കത്തിൽ ഞാൻ ആ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്തതാണ്. പിന്നെ കഴിച്ചിട്ടുള്ളവര് തീർച്ചയായിട്ടും കഴിക്കണം. എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ ഡിപ്പോയിൽ അതുണ്ട്, ഇപ്പം സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ പോരേടത്തില്ല. ഡിപ്പോയുടെ പ്രശ്നം ഇതാണ്, വന്നു കഴിഞ്ഞ ഉടനെ തന്നെ PUC-കാർ എടുത്തുകൊണ്ട് പോകും, അവർക്കും അത് കൊടുക്കാനുണ്ടാവില്ല. അപ്പം ഈ ഒരു അവസരം എനിക്ക് തന്ന റിജിമോൻ സാറിന് വളരെയധികം നന്ദി. അതോടൊപ്പം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു സെഷൻ ഏതെങ്കിലും തരത്തില് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു.